ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സ് വോളിയം എന്ന പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റീസും എക്സ്പ്ലനേഷനും നമുക്കിന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയൂംസ് ഓഫ് ദ ഷേപ്സ് ഷോൺ ബിലോ. ഓൾ ലെങ്ത് ആർ ഇൻ സെന്റിമീറ്റേഴ്സ്. ചുവടെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളുടെ വ്യാപ്തം കണക്കാക്കുക. എല്ലാ അളവുകളും സെന്റിമീറ്റർ ആണ്. മക്കളെ, ആദ്യം നമുക്കിത് ഈ ഷേപ്പിലുള്ള ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഈ തന്നിരിക്കുന്ന രൂപങ്ങളെയെല്ലാം പല ഭാഗങ്ങളായി തിരിക്കാം. നോക്കിയേ, ഇതിന് 1, 2, 3, 4 എന്ന് നമുക്ക് തിരിക്കാം. നമുക്കിത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഭാഗം ഈ ഒന്നിന്റെ നീളം നോക്കാം. ഫസ്റ്റ് ആണ് ലെങ്ത് ഓഫ് പാർട്ട് 1. ഈ 1ന്റെ ലെങ്ത് ആണ് നമ്മൾ നോക്കുന്നത്. അത് എത്രയാണ് മക്കളെ? 20 അല്ലേ? 20 സെന്റിമീറ്റർ. അടുത്തത് നോക്കിയേ, അടുത്തത് വിഡ്ത്ത്. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 12 മൈനസ് 8 അല്ലേ? 4 സെന്റിമീറ്റർ. അടുത്തത് ഹൈറ്റ്. ഹൈറ്റ് എത്രയാ മക്കളെ? 2 സെന്റിമീറ്റർ അല്ലേ? അടുത്ത നമുക്ക് ഇതിന്റെ വോളിയം കാണാം. വോളിയം എത്രയാണ്? 20 ഇൻറ്റു 4 ഇൻറ്റു 2 അല്ലേ? അപ്പം എത്രയാണ്? 160 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലെങ്ത് ഓഫ് പാർട്ട് 2ന്റെ നോക്കാം. ഇതിന്റെ അതിന് എത്രയായിരിക്കും ലെങ്ത്? 8 സെന്റിമീറ്റർ അല്ലേ? 8 സെന്റിമീറ്റർ. വിഡ്ത്തോ? വിഡ്ത്ത് 4 സെന്റിമീറ്റർ. അടുത്തത് ഹൈറ്റ് എത്രയാ മക്കളെ? ഹൈറ്റ് 2 സെന്റിമീറ്റർ അല്ലേ? അടുത്തതിന്റെ വോളിയം കാണാം. 8 ഇൻറ്റു 4 ഇൻറ്റു 2 അല്ലേ? എത്രയാണ്? 64 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, അടുത്തത് നമുക്ക് ലെങ്ത് ഓഫ് പാർട്ട് 3 നോക്കാം. അതെത്രയാണ്? ലെങ്ത് ഓഫ് പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ 4 സെന്റിമീറ്റർ അല്ലേ? 4 സെന്റിമീറ്റർ. വോളിയം അല്ല, വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 4 സെന്റിമീറ്റർ. ഹൈറ്റോ? ഹൈറ്റ് 2 സെന്റിമീറ്റർ അല്ലേ? നമുക്ക് അതിൻ്റെ വോളിയം കാണാം. വോളിയം എത്രയാണ്? 4 ഇൻറ്റു 4 ഇൻറ്റു 2. അപ്പം എത്രയായിരിക്കും മക്കളെ? 32 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അടുത്തത് നമുക്ക് ലെങ്ത് ഓഫ് പാർട്ട് 4ന്റെ നോക്കാം. എത്രയാണ്? 8 അല്ലേ? 8 സെന്റിമീറ്റർ. ഇനി അതിൻ്റെ വിഡ്ത്തോ? 4 സെന്റിമീറ്റർ അല്ലേ? ഹൈറ്റ് 2 സെന്റിമീറ്റർ. ഇനി വോളിയം നമുക്ക് നോക്കാം. വോളിയം ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 4 ഇൻറ്റു 2. എത്രയാണ്? 64 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ വോളിയം ചെയ്ത് നോക്കാം. ടോട്ടൽ വോളിയം എങ്ങനെയായിരിക്കും ചെയ്യുക? ഇതെല്ലാം കൂട്ടണം അല്ലേ? 160 പ്ലസ് 64 പ്ലസ് 32 പ്ലസ് 64 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? 320 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കാം.
ഇങ്ങനെ വരും. അടുത്തത് ഈ എച്ച് ഷേപ്പിലുള്ള ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 1 2 3. ഇനി അതിൻ്റെ നമുക്ക് ചെയ്യാം. ഇത് രണ്ടാമത്തെ. അത് നമുക്ക് ലെങ്ത് ഓഫ് പാർട്ട് 1 ചെയ്യാം. ഇതിൻ്റെ ആണ്. അപ്പോൾ എത്ര മക്കളെ? 16 സെൻറ്റിമീറ്റർ അല്ലേ? 16 സെൻറ്റിമീറ്റർ. അടുത്തത് വിഡ്ത്ത് എത്രയായിരിക്കും? വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വോളിയം കാണാം. വോളിയം 16 × 4 × 3. അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് ഓഫ് പാർട്ട് സെക്കൻഡ് ആണ്. അത് നമുക്ക് നോക്കാം. അതിൻ്റെ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയായിരിക്കും? വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി നമുക്കിതിൻ്റെ വോളിയം നോക്കാം. വോളിയം ഈക്വൽ ടു 4 × 4 × 3. എത്രയാണ്? 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. നമുക്ക് അടുത്തത് ലെങ്ത് ഓഫ് 3 നോക്കാം. ലെങ്ത് ഓഫ് പാർട്ട് 3 ആണ്. 3 എത്രയായിരിക്കും? 16 അല്ലേ? ഇതിൻ്റെ വിഡ്ത്ത് 4 ആണ്. ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഇനി വോളിയം എത്രയാണ്? 16 × 4 × 3 16 × 4 × 3 എത്രയായിരിക്കും? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വോളിയം ഇനി കണ്ടു നോക്കാം. ടോട്ടൽ വോളിയം ഈക്വൽ ടു 192 + 48 + 192. എത്ര മക്കളെ? 432 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മൂന്നിൻ്റെയും ടോട്ടൽ കൂട്ടുക. 192 48 192 ഇതെല്ലാം കൂട്ടിയാൽ 432 കിട്ടും. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പിക്ചർ, ഈ ടി ഷേപ്പിലുള്ള പിക്ചറിൻ്റെ നോക്കാം. ഫസ്റ്റ് ലെങ്ത് ഓഫ് പാർട്ട് 1 അല്ലേ? എത്രയായിരിക്കും? 6 + 6 + 4 അല്ലേ? 6 + 6 + 4 എത്രയായിരിക്കും മക്കളെ അതിൻ്റെ ആൻസർ? 16 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ വിഡ്ത്തോ? വിഡ്ത്ത് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഹൈറ്റോ? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി നമുക്ക് വോളിയം കാണാം. വോളിയം ഈക്വൽ ടു 16 × 4 × 3. അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലെങ്ത് ഓഫ് പാർട്ട് 2 നോക്കാം. ലെങ്ത് ഓഫ് പാർട്ട് 2 11 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വോളിയം നോക്കാം. വോളിയം ഈക്വൽ ടു 11 × 4 × 3. അപ്പോൾ എത്രയായിരിക്കും? 132
ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ വോളിയം നോക്കാം. ടോട്ടൽ വോളിയം എങ്ങനെ ചെയ്യുക? ഈ 192നോട് ഈ 132 കൂട്ടലല്ലേ. 192 പ്ലസ് 132 എത്രയാണ്? 324 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെ കിട്ടുക. മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രാക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 meter ലോങ്, 2 meter wide and 1 meter high. The price of 1 cubic meter of sand is 1000 rupees. What is the price of this truck load? എന്താ ക്വസ്റ്റ്യൻ? ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഈ മണലിന്റെ വില എത്രയാണ്? എത്രയായിരിക്കും മക്കളെ? നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് മണലിന്റെ വ്യാപ്തം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വോളിയം ഓഫ് സാൻഡ്. അതാണ് ചെയ്യല് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 4 × 2 × 1 അല്ലേ. 8 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് ഒരു ഘനമീറ്റർ മണലിൻ്റെ വില അല്ലേ. എന്താ? പ്രൈസ് ഓഫ് 1 cubic meter ഓഫ് സാൻഡ് എത്രയാണ്? 1000 അല്ലേ. 1000 രൂപ, 1000 rupees. അടുത്തത് നമുക്ക് ടോട്ടൽ പ്രൈസ് കാണാം. മണലിൻ്റെ ആകെ വില. ദ ടോട്ടൽ പ്രൈസ് ഓഫ് ദ സാൻഡ്. ഇതെങ്ങനെ ചെയ്യാം മക്കളെ? 8 × 1000. 8 × 1000. ഓക്കെ, അപ്പം 8000. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം 6 meters ലോങ്, 1 meter വൈഡ് ആൻഡ് 15 centimeter ഹൈ? 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും? അതെങ്ങനെ മക്കളെ ചെയ്യുക? ആദ്യം നമുക്ക് അതിൻ്റെ ലെങ്ത് എഴുതാം. ലെങ്ത് എത്രയാണ്? 6 മീറ്റർ അല്ലേ. 6 മീറ്റർ 600 സെൻറ്റിമീറ്റർ അല്ലേ. അടുത്തത് വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 1 മീറ്റർ അല്ലേ. 100 സെൻറ്റിമീറ്റർ. ഈ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമുക്ക് വോളിയം നോക്കാം. വോളിയം ഈക്വൽ ടു 600 × 100 × 15. അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? മുപ്പത് 13 lakh അല്ലേ. 13 lakh അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 meters ലോങ്, 1 meter wide and 25 centimeter high? The price of 1 cubic meter of wood is 16,000. What is the price of this piece of wood? എന്താ പറഞ്ഞിരിക്കുന്നത്? 5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്രയാണ്?
1 ഘനമീറ്റർ മരത്തിന് 60,000 രൂപയാണ് വില. ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? എത്രയായിരിക്കും മക്കളെ? നമുക്കത് ചെയ്ത് നോക്കാം. 1 ഘനമീറ്റർ മരത്തിന്റെ വില തന്നിരിക്കുന്നത് കൊണ്ട് അളവുകളെല്ലാം മീറ്റർ ആക്കി മാറ്റി വേണം വ്യാപ്തം നമുക്ക് കാണാം. ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് ദ പീസ് ഓഫ് വുഡ് എത്ര മക്കളെ? 5 മീറ്റർ അല്ലേ? വിഡ്ത്ത് 1 മീറ്റർ, ഹൈറ്റ് 25 സെന്റിമീറ്റർ. 25/100 m. ഇനി നമുക്ക് ഇത് മനസ്സിലായ? ഒരു മരക്കഷ്ണത്തിന്റെ നീളം 5 സെന്റിമീറ്റർ, വീതി 1 മീറ്റർ, ഉയരം 25 സെന്റിമീറ്റർ. ഇത് 25/100 മീറ്റർ. ഇനി അടുത്ത നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് ഇതെങ്ങനെ ചെയ്യുക? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ എത്രയായിരിക്കും? 5 × 1 × 25/100. അപ്പോൾ എത്രയായിരിക്കും? 125/100. അപ്പോൾ എത്രയായിരിക്കും? 1.25 സ്ക്വയർ മീറ്റർ. ഇനി എന്താണ്? പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ്. 1 ഘനമീറ്റർ മരത്തിന്റെ വില എത്രയാണ്? 60,000 അല്ലേ? ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് എത്രയാണ്? 60,000 അല്ലേ? 60,000 റുപ്പീസ്. ഇനി ദ കോസ്റ്റ് ഓഫ് ദിസ് പീസ് ഓഫ് വുഡ് എത്രയാണ്? മരക്കട്ട വാങ്ങാൻ വേണ്ട തുക എത്രയായിരിക്കും? 1.25 × 60,000 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? 75,000 രൂപ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായില്ലേ? ഒരു മരക്കട്ട വാങ്ങാൻ വേണ്ട തുകയാണ് 75,000 രൂപ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റീസ് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.